ചെയ്യാണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് എനിക്ക് കൈ വേദനയാണ്. കൈ കാണിക്കാൻ പോവാണ്. വേദനയുടെ കാരണം ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് പറമ്പത്ത്. ഹലോ, ഇന്ന് ഞങ്ങൾക്ക് 2 സ്ഥലത്ത് പോകാം. മോനെ വയറുവേദനയ്ക്ക് ഈ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എന്നെ കാണിക്കാനുണ്ട്, ഒരു വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ലാബിൻ്റെ മുന്നിലാണ്. ആൾ ചിരിക്കണോ കരയണോ രണ്ടും മനസ്സായി കുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ധൈര്യവാനായിട്ട് പോയിട്ട് വാ അതൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. പിന്നെ അതാ അവിടെയുള്ള ചേച്ചിമാരാണ് ഇത്. നല്ല സ്വഭാവം കേട്ടോ. ഇത്രയും ടെസ്റ്റ് ഉണ്ട് മോന് ചെയ്യാൻ. CBCയും ESRും ഒക്കെ നോക്കാനുണ്ട്. മോൻ ആദ്യം ഒറ്റയ്ക്കാണ് ഇരുന്നേ. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നിൻ്റെ കൈ ഇളക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ മടിയിൽ വെച്ചിട്ടോ. അങ്ങനെ ചേച്ചിമാർക്ക് നല്ല കെയറിങ് കേട്ടോ. എന്താ അറിയില്ല, നമുക്ക് പിന്നെയും ആ ലാബിൽ തന്നെ പോകാൻ തോന്നും. അവർ രണ്ടാളും ഒരുപോലെ കേട്ടോ. വേറൊരു ചേച്ചിയുടെ ഉണ്ട്, ട്വിൻസാണ്. അപ്പോൾ എനിക്ക് തന്നെ മാറിപ്പോയി ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും മറ്റേ ഏച്ചിയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റാറുണ്ട്. പിന്നെ അതാ അമ്പാടി ഇതാ പേടിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര പേടിയാണ്. പേടീൻ്റെ കാര്യം പറയണ്ട, ഞാനും നല്ല പേടിത്തൊണ്ടത്തെയാണ്. സൂചി വെക്കാമെന്ന് പറഞ്ഞല്ല ആ വഴിക്ക് ഞാൻ പിന്നെ പോവില്ല. അങ്ങനെ അതാ മോനതാ സൂചി വെക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു മോനെ കരയണ്ട, എൻ്റെ വീഡിയോ അമ്മ എടുക്കുന്നുണ്ട്, എല്ലാവരും കാണും കേട്ടോ വീഡിയോ. എൻ്റെ ഫ്രണ്ട്സ് കാണും, ഋതിക്ക് കാണും. അങ്ങനെ ഞാൻ ഓരോ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞു. മൂപ്പരത കണ്ണും പൊത്തിയിരിക്കുകയാണേ. നോക്ക്, വീഡിയോ ഒക്കെ എൻ്റെ ഋതിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ പാടിയാ. അതല്ല, ഇളകാണ്ട് നിന്നാ പ്രശ്നമല്ല. ഇതിപ്പം കഴിയും. ചെറിയ കുഞ്ഞു സൂചിയാ, അതിനത്ര വേദന ഉണ്ടാവില്ല. കഴിഞ്ഞടോ, കഴിഞ്ഞ് ഇനി വെക്കണ്ട, കഴിഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞേ ചിരിച്ചാള് നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞപ്പോതാ ഭയങ്കര ചിരി കണ്ടില്ലേ. സൂചി വെച്ച് കഴിഞ്ഞപ്പോൾ ആളെ സ്വഭാവം മാറിട്ടോ. പിന്നെ നോക്കണ്ട, എനിക്ക് അത് വേണം അച്ഛാ, എനിക്കിത് വേണം, അങ്ങനെ വെച്ച് പിന്നെ പോയിട്ട് നമ്മൾ വൈദ്യുതി എടുത്തേക്ക് കേട്ടോ. 2 ദിവസം മുന്നേ ഞാനൊന്ന് വഴിക്കലിച്ച് വീണിനെ. അപ്പോൾ മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിച്ച് നടക്കുക കേട്ടോ. അപ്പോൾ വീണപ്പോൾ എനിക്ക് കൈക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദന മാറായിട്ടൊന്ന് കാണിക്കാൻ പോയതാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയ. എല്ലാത്തരം ഫ്രൂട്ട്സും അവിടെ ഉണ്ടായിരുന്നു. അതിനോട്ടി വരുന്ന വഴിക്ക് ഞാനും ഉണ്ട് അച്ഛാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾ ഇവിടെ നിന്നോ മഴയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന്. അപ്പം പറഞ്ഞ് എനിക്ക് അച്ഛൻ വരുമ്പോൾ മാംഗോ സ്റ്റീം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അത് വാങ്ങാൻ കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ചായ കുടിച്ച്. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ, ചായ കുടി പതിവാണ്. ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ ചായ വാങ്ങി. അമ്പാടി ജ്യൂസും ഞാനൊരു ചായ കേട്ടോ വാങ്ങിയത്. അപ്പം മൂപ്പരത അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. കുടിച്ചിട്ട് തീരായിട്ടേക്ക് പിന്നെ നിന്ന് കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വിധത്തിൽ മൂപ്പർ അവിടെ ഇരുന്ന് കുടിച്ച് തീർത്തിട്ടോ. അതുവരെ ഞാൻ ബോറടിച്ചപ്പം അവിടെ സോസ് മെല്ലെ എടുത്ത് തൊട്ട് അവസാനം അത് തീർത്തിട്ടോ. ഒരുവിധം തീർത്തെന്ന് പറയാം. പിന്നെ ഇതാട്ടോ എനിക്ക് കിട്ടിയ കുഴമ്പ്. ഈ കുഴമ്പെന്ന് വെച്ച് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടോ. രാത്രിത്തെ ഫുഡ് ആക്കാനുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇതാ ചിക്കൻ പൊരിച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഞങ്ങൾക്ക് സൂപ്പാട്ടോ ഉണ്ടാക്കുന്നത്. രാത്രി സൂപ്പാട്ടോ, ചിക്കൻ സൂപ്പ്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നൈനൂട്ടി കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. രാത്രിത്തെ ഫുഡാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സൂപ്പ് കേട്ടോ. ചിക്കൻ സൂപ്പ് എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കഴിച്ചോട്ടോ കേട്ടോ. ഇപ്പൊ നോക്കാം എങ്ങനെ ചിക്കൻ സൂപ്പ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഗൈസ്
എന്നെ സഹായിക്കാൻ ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പഠിക്കാൻ പഠിച്ചിട്ട് പഠിക്കാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാതെ പറഞ്ഞു വന്നതാ. എന്തൊക്കെയാ ഫീൽ ചെയ്ത് നോക്കട്ടെ, നോക്കട്ടെ എന്തൊക്കെയാ. ആ ഇതൊക്കെ അമ്പാടി ചെയ്ത് തന്നാണേ. പക്ഷെ അതിലും വലിയ പണി എനിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടതാ. ഒക്കെ ചെത്തിയിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കണേ. ആ ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി. അമ്മ പിന്നെയും പണിയാണ് ഇത് പറക്കാൻ. ഇനി നമുക്ക് സൂപ്പ് വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം നമ്മൾ ബ്രോയിലർ ചിക്കനാണ് എടുത്ത്. ചിക്കന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക, വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം കുക്കാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ആ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാനെടുത്തത് ക്യാരറ്റ്, ക്യാബേജ്, മറ്റേ ക്യാബേജ് അല്ല കേട്ടോ, ഞങ്ങൾ വയലറ്റ് ക്യാബേജാണ് എടുത്തത്. പിന്നെ കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ അതിൻ്റെ കൂടെ കോൺഫ്ലവർ ഉണ്ട്, 10 രൂപേൻ്റെ ചെറിയ പാക്കറ്റാണ്, അതും കൂടെ വേണം. പിന്നെ 2 മുട്ട വേണേ, മുട്ടയുടെ ലൈറ്റാട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ ചിക്കൻ വേവാറാവുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ട് നല്ലോണം വേവിക്കുക കേട്ടോ. ഞങ്ങൾ വയലറ്റ് ക്യാബേജ് എടുത്തതിനെ കൊണ്ടായിരിക്കും വെള്ളത്തിനൊക്കെ വയലറ്റ് കളറാട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഈ കാല് കണ്ടാൽ അറിയാം നമുക്ക് ഏകദേശം വെന്തുണ്ട് തോന്നുമ്പോൾ അത് ഓരോന്നായിട്ട് ചിക്കൻ അതിൽ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് തണിഞ്ഞിട്ട് നമ്മളത് ചെറിയ ചെറിയ പീസുകളായിട്ട് അടർത്തി വെക്കണം കേട്ടോ. ചിക്കൻ ചിക്കനെ പിച്ചിടുന്നു. നല്ലതുപോലെ ചൂടുണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെയാണ് ഞാനിങ്ങനെ പിച്ചിടുന്നത്. കാരണം നമുക്ക് വീഡിയോ എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചൂട് സഹിച്ചിതാക്കുകയാണ്. പിന്നീട് നമ്മൾ അടർത്തി വെച്ച ചിക്കനെല്ലാം നേരത്തെ വെന്ത ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളകും, ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ 1 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? മുട്ടയുടെ വെള്ളം മാത്രം കേട്ടോ ചേർക്കുന്നത്. 2 മുട്ടേൻ്റെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്യേ. പിന്നെ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല വൈറ്റ് കളറിലിങ്ങനെ നൂല് പോലെ വരും. കുറച്ചുകൂടി കുരുമുളക് ഇടാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്
ഇതാണ് എൻ്റെ അമ്മായി അമ്മ. നോക്കാം, ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ അടിപൊളി എന്ന് പറയണേ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. സൂപ്പ് ആദ്യം കുടിച്ചിട്ടുണ്ടോ സൂപ്പ്? കളവ് പറയരുത്, സത്യം പറയണോ? എന്നാ കുടിച്ചു നോക്ക്, സൂപ്പിൻ്റെ അടുത്ത് എത്തിക്കാൻ നോക്ക്. അമ്മ ടേസ്റ്റ് നോക്കുക കേട്ടോ. അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് റിയാക്ഷൻ നമുക്ക് ഇപ്പം തന്നെ അറിയാം. എന്താ പറയേണ്ടത് കൺഫ്യൂഷൻ കേട്ടോ. ഇഷ്ടമായില്ല കേട്ടോ ടേസ്റ്റ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമാവില്ല കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ചോറും മീൻകറിയും കിട്ടിയാൽ മതി. അത് മുളകിട്ട മീൻകറി കേട്ടോ. രൂപേഷൻ്റെ നോക്കാം കുടിക്കുന്നത്. അല്ല എന്തേന്ന് പറ, ഇത് കുടിച്ച് തീരുന്നവരെ കാത്തുക്കാനോ വേണ്ടേ? ഹോട്ടലിൽ നിന്ന് കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ? ഇങ്ങനെയാണോ? ഇതിൽ സോയാ സോസ് ഒക്കെ ഒഴിക്കാണ്ടായിരുന്നു. അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും. പുറത്തുനിന്ന് കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്. കുരുമുളകിൻ്റെ എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിക്കുക കേട്ടോ. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ